സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ലാഭം കിട്ടിയോ? ഏതാണ്ട് 50% അല്ലെങ്കിൽ 100%, ചിലപ്പോൾ 200% വരെ പ്രോഫിറ്റ് കണ്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോ നല്ല ഗ്രീനിൽ നിൽക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ അഭിനന്ദനങ്ങൾ. പക്ഷേ ഈ സന്തോഷത്തിനിടയിലും മനസ്സിൽ നിങ്ങൾക്കൊരു ചെറിയ പേടിയുണ്ടാവും. മാർക്കറ്റിൽ ഒരു ചെറിയ കറക്ഷൻ വന്നാൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ ലാഭം മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് മാഞ്ഞു പോകുമോ എന്നൊരു ഭയം നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. RSI ഓവർബോട്ട് ആയിട്ട് മാർക്കറ്റ് പീക്കിലാണ്, ഉടനെ ഒരു കറക്ഷൻ വരും. ഇങ്ങനെയൊക്കെ പലരും പറയുന്നത് കേട്ട് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും. എപ്പോൾ വിൽക്കണം അല്ലെങ്കിൽ എവിടെ വരെ ഹോൾഡ് ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാവും. എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണേണ്ട വീഡിയോ ഇത് തന്നെയാണ്. കാരണം ഒരു വലിയ തകർച്ചയ്ക്ക് മുമ്പ് സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകൾ വളരെ കൃത്യമായിട്ട് നൽകുന്ന ഒരു സിഗ്നലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കിയാൽ ശരിയായ സമയത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വലിയ നഷ്ടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോഫിറ്റ് നിങ്ങളുടെ പോക്കറ്റിലുമാണ്. അതിനെക്കുറിച്ച് പഠിക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻ. അപ്പോൾ എന്താണ് ആ ഒരൊറ്റ സിഗ്നൽ? നമ്മൾ ഇന്ന് വിശദമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്ന ആ ഒരു സിഗ്നലിന്റെ പേരാണ് ഡിസ്ട്രിബ്യൂഷൻ. മാർക്കറ്റിലെ ബിഗ് പ്ലേയേഴ്സ്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, മ്യൂച്വൽ ഫണ്ടുകൾ, ഇൻഷുറൻസ് കമ്പനികൾ പോലെയുള്ളവർ ഒരു സ്മോൾ ക്യാപ്പ് സ്റ്റോക്ക് വില കുറഞ്ഞിരിക്കുമ്പോൾ പതിയെ വാങ്ങി തുടങ്ങും. ഇതിനെ അക്യുമുലേഷൻ എന്നാണ് പറയുക. അവരങ്ങനെ വാങ്ങുമ്പോൾ സ്റ്റോക്കിന്റെ പ്രൈസ് പതിയെ പതിയെ മുകളിലേക്ക് പോകും. ഒരു ഘട്ടത്തിൽ ഈ വാർത്തകൾ പുറത്തു വരുമ്പോൾ നമ്മളെ പോലെയുള്ള സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആ സ്റ്റോക്കിലേക്ക് ചാടി വീണ് ബൾക്കായിട്ട് വാങ്ങാൻ തുടങ്ങും. ഇത് സ്റ്റോക്കിന്റെ വില റോക്കറ്റ് വിട്ട പോലെ മുകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഈ ഒരു കുതിപ്പിന്റെ ഏറ്റവും ഉയർന്ന ഘട്ടത്തിൽ തുടക്കത്തിൽ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കൂട്ടിയ ഈ വമ്പന്മാർ അവരുടെ കയ്യിലുള്ള ഓഹരികൾ പതുക്കെ വിറ്റ് അവരുടെ ലാഭം ബുക്ക് ചെയ്യാൻ തുടങ്ങും. അവർക്ക് ആർക്കാണ് ഈ സ്റ്റോക്കുകൾ വിൽക്കാൻ കഴിയുക? ഈ റാലി കണ്ട ആവേശത്തിൽ വാങ്ങാൻ വരുന്ന നമ്മളെ പോലുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് തന്നെയാണ്. ഈ വിൽപ്പന പ്രക്രിയയാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ വലിയ ലാഭം കിട്ടിയവർ അവരുടെ ഓഹരികൾ പുതിയ നിക്ഷേപകർക്ക് കൈമാറുന്ന ആ ഒരു പ്രോസസ്സാണ്. ഈ ഡിസ്ട്രിബ്യൂഷൻ നടക്കുമ്പോൾ സ്റ്റോക്ക് പ്രൈസ് പെട്ടെന്ന് താഴേക്ക് വീഴില്ല. കാരണം ഒരു സൈഡിൽ വലിയ കളിക്കാർ വിൽക്കുമ്പോൾ മറ്റേ സൈഡിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആവേശത്തോടെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എപ്പോഴാണോ ബയേഴ്സിന്റെ എണ്ണം കുറഞ്ഞ് സെല്ലേഴ്സിന്റെ എണ്ണം കൂടുന്നത്, അപ്പോൾ സ്റ്റോക്കിന്റെ വില അതിവേഗം താഴേക്ക് പതിക്കും. അതുകൊണ്ട് തന്നെ സ്മോൾ ക്യാപ് സ്റ്റോക്സിന്റെ ഒരു വലിയ ഫാളിന്റെ ഏറ്റവും വ്യക്തമായിട്ടുള്ള സിഗ്നൽ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. എന്നാൽ ഈ ഡിസ്ട്രിബ്യൂഷൻ കണ്ടെത്തുക എന്നതൊരു ട്രിക്കി മാറ്റർ ആണ്. അതിന് പ്രധാനപ്പെട്ട 3 ഘട്ടങ്ങളാണുള്ളത്. ഈ 3 ചേരുമ്പോഴാണ് ആ ഒരു ഒറ്റ സിഗ്നൽ പൂർണ്ണമാകുന്നത്. നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ഒന്നാമതായിട്ട് വോളിയത്തിലെ അസാധാരണമായിട്ടുള്ള മാറ്റങ്ങൾ. ഡിസ്ട്രിബ്യൂഷൻ കണ്ടെത്താനുള്ള ഏറ്റവും മികച്ച സൂചനകളിൽ ഒന്നാണ് ട്രേഡിംഗ് വോളിയം അനലൈസ് ചെയ്യുന്നത്. സാധാരണയായിട്ട് ഒരു സ്റ്റോക്കിന്റെ വില മുകളിലേക്ക് പോകുമ്പോൾ അതിന്റെ ട്രേഡിംഗ് വോളിയവും കൂടണം. അത് നല്ലൊരു അപ് ട്രെൻഡിന്റെ ലക്ഷണമാണ്. എന്നാൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ നടക്കുമ്പോൾ ഇതിന് നേരെ വിപരീതമായിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. ഒന്നാമത്തെ സൂചന, സ്റ്റോക്കിന്റെ പ്രൈസ് പുതിയ ഹൈസ് ഉണ്ടാക്കും, പക്ഷെ വോളിയം കുറഞ്ഞു വരും. ഒരു സ്റ്റോക്ക് എല്ലാ ദിവസവും പുതിയ ഹൈ അടിക്കുന്നു, ചാർട്ടിൽ വലിയ പച്ച ക്യാൻഡിലുകൾ കാണാം. പക്ഷെ താഴെയുള്ള വോളിയം ബാറുകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവയുടെ വലിപ്പം ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. എന്നാൽ തീർച്ചയായിട്ടും അതൊരു റെഡ് ഫ്ലാഗ് ആണ്. ഇതിന്റെ അർത്ഥം വില മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആവശ്യമായ അത്രയും ബയേഴ്സ് വരുന്നില്ല എന്നുള്ളതാണ്. ബിഗ് പ്ലേയേഴ്സ് വാങ്ങൽ നിർത്തി വിൽക്കാൻ തയ്യാറെടുക്കുന്നു എന്നതിന്റെ ആദ്യത്തെ സൂചനയാണ് വോളിയത്തിന്റെ കുറവ്. രണ്ടാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള സൂചന, വില താഴേക്ക് വരുന്ന ദിവസങ്ങളിൽ, റെഡ് ക്യാൻഡിലുകൾ ഉണ്ടാവുന്ന ദിവസങ്ങളിൽ ഭീമമായിട്ടുള്ള വോളിയം കാണപ്പെടുന്നു എന്നുള്ളത്. സ്റ്റോക്കിന്റെ വില ഒരു ദിവസം 2% അല്ലെങ്കിൽ 3% ഒക്കെ താഴേക്ക് വരുന്നു. ഇത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണെന്ന് നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. എന്നാൽ അന്ന് നടന്ന ആ ഒരു ട്രേഡിംഗ് വോളിയം നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളിലെ ആവറേജ് വോളിയത്തെക്കാൾ വളരെയേറെ കൂടുതലാണെങ്കിൽ അതിനെ അങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. ഇതിന്റെ വ്യക്തമായിട്ടുള്ള മീനിങ് ആ ഒരു സ്റ്റോക്കിൽ വലിയ അളവിൽ സെല്ലിംഗ് നടക്കുന്നു എന്നുള്ളതാണ്. ചെറിയ റീറ്റെയിൽ നിക്ഷേപകർ വിൽക്കുമ്പോൾ ഇത്ര വലിയ വോളിയം ഉണ്ടാകാറില്ല. ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന്റെ വലിയ ക്വാണ്ടിറ്റിയിലുള്ള സ്റ്റോക്കുകൾ സെൽ ഓഫ് ചെയ്യുന്നതിന്റെ ഏറ്റവും വ്യക്തമായിട്ടുള്ള തെളിവാണ്. ഒരു റാലിക്ക് ശേഷം സ്റ്റോക്കിന്റെ വില മാറ്റമില്ലാതെ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കുകയും ഗ്രീൻ ഡേയ്സിൽ വോളിയം കുറവും അതുപോലെ തന്നെ റെഡ് ഡേയ്സിൽ വോളിയം കൂടുതലായിട്ടും ഉണ്ടെങ്കിൽ അവിടെയും ഒരു ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാം. മാത്രമല്ല ചാർട്ടിൽ ഫോം ചെയ്യുന്ന ചില പാറ്റേണുകളും നമുക്ക് പല സിഗ്നലുകളും തരും. ഒരു വലിയ റാലിക്ക് ശേഷം ഈ പാറ്റേണുകൾ കണ്ടാൽ ട്രെൻഡ് റിവേഴ്സൽ ആകാൻ സമയമായി എന്ന് മനസ്സിലാക്കാം. ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആണ് ഇതിൽ പ്രധാനപ്പെട്ടത്. ഇതൊരു ട്രെൻഡ് റിവേഴ്സലിന്റെ വളരെ ശക്തമായിട്ടുള്ള സൂചനയാണ്. ഈ പാറ്റേണിൽ സ്റ്റോക്ക് പ്രൈസ് ആദ്യം ഒരു പീക്കിൽ എത്തുകയും, ബേസിക്കലി അതിനെ ലെഫ്റ്റ് ഷോൾഡർ എന്ന് പറയും, അതിനുശേഷം അല്പം താഴ്ന്ന് വീണ്ടും അതിലും വലിയൊരു പീക്കിലേക്ക് പോവുകയും പിന്നീട് വീണ്ടും താഴ്ന്ന് ആദ്യത്തെ പീക്കിനടുത്തേക്ക് വരികയും ചെയ്യും. ഈ 3 പീക്കുകൾക്കും താഴെയുള്ള സപ്പോർട്ട് ലൈനെയാണ് നമ്മൾ നെക്ക് ലൈൻ എന്ന് പറയുന്നത്. എപ്പോഴാണോ സ്റ്റോക്ക് വില ഒരു വലിയ വോളിയത്തോടെ ഈ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുന്നത്, അതൊരു സ്ട്രോങ് സെൽ സിഗ്നലാണ്.
അതുപോലെ തന്നെ ഡബിൾ ടോപ്പ്, ട്രിപ്പിൾ ടോപ്പ് പാറ്റേണുകൾ ഇവയൊക്കെ ഒരു നെഗറ്റീവ് മൂവ്മെന്റിന്റെ കൺഫർമേഷൻ പാറ്റേണുകളാണ്. ഒരു റാലിക്ക് ശേഷം സ്റ്റോക്കിന്റെ വില ഒരു പ്രത്യേക പോയിന്റിൽ എത്തുന്നു, അവിടെ നിന്ന് താഴേക്ക് വരുന്നു, കുറച്ചു നാൾ കഴിഞ്ഞ് വീണ്ടും അതേ പോയിന്റിലേക്ക് എത്തുന്നു, പക്ഷെ അതിനെ മറികടക്കാൻ കഴിയാതെ വീണ്ടും താഴേക്ക് വരുന്നു. ഇതിനെയാണ് ഡബിൾ ടോപ്പ് എന്ന് പറയുന്നത്. ഇതിനർത്ഥം പ്രൈസ് ആ ലെവലിന് മുകളിലേക്ക് സ്റ്റോക്കിനെ കൊണ്ടുപോകാൻ ബയേഴ്സിന് ശക്തിയില്ലെന്നും ആ പോയിന്റിൽ സെല്ലേഴ്സ് ശക്തരാണെന്നുമാണ്. ഈ പാറ്റേണിലെ താഴ്ന്ന സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്താൽ സ്റ്റോക്ക് താഴേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. ഈ പാറ്റേണുകൾ കണ്ട ഉടനെ സ്റ്റോക്ക് സെല്ല് ചെയ്യാൻ ധൃതി കൂട്ടരുത്. ഈ പാറ്റേണുകളോടൊപ്പം നമ്മൾ മുകളിൽ പറഞ്ഞ വോളിയം കൂടി ഒരുമിച്ച് വരുന്നുണ്ടോ എന്നുകൂടി നമ്മൾ കൺഫേം ചെയ്യേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഒരു ഡബിൾ ടോപ്പ് ഉണ്ടാകുമ്പോൾ രണ്ടാമത്തെ ടോപ്പിലേക്കുള്ള മൂവ്മെന്റിൽ വോളിയം കുറവാണെങ്കിൽ അതൊരു വീക്ക്നെസിന്റെ ലക്ഷണമാണ്. ഇനി മൂന്നാമത്തെ കാര്യം മൊമെന്റത്തിലെ ആ ഒരു ബലഹീനതയാണ്, മൊമെന്റം ഡൈവേർജൻസ്. മൊമെന്റം എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിന്റെ ഒരു പ്രൈസ് മൂവ്മെന്റിന്റെ സ്പീഡും പവറും ഒക്കെയാണ്. ഡിസ്ട്രിബ്യൂഷൻ നടക്കുമ്പോൾ സ്റ്റോക്ക് പുറമേക്ക് മുകളിൽ നിൽക്കുന്നതായിട്ട് തോന്നുമെങ്കിലും അതിന്റെ ഉള്ളിൽ പവർ പതിയെ കുറഞ്ഞു തുടങ്ങും. ഇത് കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രധാന ഇൻഡിക്കേറ്റർ ആണ് RSI, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്. RSI ബെയറിഷ് ഡൈവേർജൻസ് സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഈ ഒരു ഇൻഡിക്കേറ്ററിന്റെ പ്രാധാന്യം ഈ ഒരു സാഹചര്യത്തിൽ വളരെ വലുതാണ്. RSI 70 മുകളിലാണെങ്കിൽ സ്റ്റോക്ക് ഓവർബോട്ട് ആണെന്ന് പറയാറുണ്ട്. പക്ഷെ അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു സിഗ്നലാണ് ഡൈവേർജൻസ്. അപ്പോൾ അതെന്താണ് എന്നുകൂടി ഞാനൊന്ന് പറഞ്ഞു പോകാം. സ്റ്റോക്കിന്റെ പ്രൈസ് ചാർട്ടിൽ ഒരു പുതിയ ഹൈ ഉണ്ടാക്കുന്നു, എന്നാൽ അതേസമയം താഴേക്കുള്ള RSI ഇൻഡിക്കേറ്റർ ചാർട്ടിൽ ഒരു പുതിയ ഹൈ ഉണ്ടാകുന്നില്ല. പകരം പഴയതിനേക്കാൾ താഴ്ന്ന ഒരു പീക്കാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനാണ് ബെയറിഷ് ഡൈവേർജൻസ് എന്ന് പറയുന്നത്. ഇതിനർത്ഥം സ്റ്റോക്കിന്റെ വില പുറമേക്ക് മുകളിലേക്ക് പോകുന്നു എന്ന് തോന്നുമെങ്കിലും ആ കുതിപ്പിന്റെ ഇന്റേണൽ സ്ട്രെങ്ത് കുറഞ്ഞു വരികയാണ് എന്നുള്ളതാണ്. ബയേഴ്സിന്റെ ആവേശം കുറയുന്നതും സെല്ലേഴ്സ് പതിയെ കൺട്രോൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നതിന്റെ വളരെ ഏർലി ആയിട്ടുള്ള ഒരു സിഗ്നലാണ്. ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്കിന്റെ റാലിയുടെ അവസാന ഘട്ടത്തിൽ ഒന്നോ രണ്ടോ തവണ ഡൈവേർജൻസ് കാണുകയാണെങ്കിൽ അത് വളരെ ഗൗരവമായിട്ട് തന്നെ എടുക്കണം. വോളിയം സൂചനകൾക്കും ചാർട്ട് പാറ്റേണുകൾക്കും ഒപ്പം ഈ ഒരു മൊമെന്റം വീക്ക്നെസ് കൂടി ചേരുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന ആ ഒരൊറ്റ സിഗ്നൽ വളരെ ശക്തമാവുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും, അതായത് റെഡ് ഡേയിലെ ഹ്യൂജ് വോളിയം, റിവേഴ്സ് ചാർട്ട് പാറ്റേണുകൾ, RSI ഡൈവേർജൻസ്, ഇവയെല്ലാം ഒരുമിച്ച് നിങ്ങളുടെ സ്റ്റോക്കിൽ കണ്ടാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമതായിട്ട് പേടിച്ച് മുഴുവനും സെൽ ഓഫ് ചെയ്യരുത് എന്നുള്ളതാണ്. ഈ സിഗ്നലുകൾ കണ്ടയുടനെ കയ്യിലുള്ള മുഴുവൻ സ്റ്റോക്കുകളും വിറ്റ് ഒഴിവാക്കാൻ ധൃതി കാണിക്കരുത്. പകരം നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്കുകളുടെ ഒരു ഭാഗം, ഉദാഹരണത്തിന് 25% അല്ലെങ്കിൽ 30% വിറ്റ് ഭാഗികമായിട്ട് നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യുക. ഇത് നിങ്ങളുടെ റിസ്ക് കുറയ്ക്കാൻ സഹായിക്കും. രണ്ടാമത് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പ്രോഫിറ്റ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഏറ്റവും മികച്ച മാർഗങ്ങളിൽ ഒന്നാണ്. സ്റ്റോക്കിന്റെ വില നിലവിലെ മാർക്കറ്റ് വിലയിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം, ഉദാഹരണത്തിന് 10% അല്ലെങ്കിൽ 15% താഴെ ഒരു ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇടുക. ഈ സ്റ്റോക്ക് ഇനിയും മുകളിലേക്ക് പോയാൽ നിങ്ങളുടെ ലാഭം വർദ്ധിക്കും. എപ്പോഴാണോ ആ വിലയിൽ വലിയ തിരുത്തൽ വന്ന് സ്റ്റോക്ക് ആ ഒരു ശതമാനത്തിലേക്ക് വീഴുന്നത്, അപ്പോൾ നിങ്ങളുടെ ഓർഡർ എക്സിക്യൂട്ട് ആവുകയും അതുവരെയുള്ള ലാഭം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. മൂന്നാമതായിട്ട് പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവലുകൾ നോക്കുക എന്നുള്ളതാണ്. സ്റ്റോക്കിന്റെ 50 ദിവസത്തെ മൂവിംഗ് ആവറേജ്, 50 ഡേ മൂവിംഗ് ആവറേജ് പോലുള്ള കീ സപ്പോർട്ട് ലെവലുകൾ ശ്രദ്ധിക്കുക. ഡിസ്ട്രിബ്യൂഷൻ സിഗ്നലുകൾ കണ്ടതിന് ശേഷം സ്റ്റോക്ക് എപ്പോഴെങ്കിലും വലിയ വോളിയത്തോടെ ഈ പ്രധാന സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നാൽ അതൊരു ബെയറിഷ് ട്രെൻഡ് കൺഫേം ചെയ്യുന്ന ഒരു സ്ട്രോങ് സിഗ്നൽ ആണ്. ആ ഒരു ഘട്ടത്തിൽ ബാക്കിയുള്ള ഹോൾഡിംഗ്സും വിൽക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. ചുരുക്കി പറഞ്ഞാൽ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിലെ ഏറ്റവും വലിയ വീഴ്ച നമുക്ക് മുൻകൂട്ടി കാണിച്ചു തരുന്ന ആ ഒരൊറ്റ സിഗ്നൽ എന്നത് ഏതെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ മാത്രമല്ല, മറിച്ച് ഡിസ്ട്രിബ്യൂഷൻ എന്ന ഒരു പ്രോസസ്സാണ്. ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ കണ്ടെത്താൻ നമ്മൾ 3 കാര്യങ്ങൾ ഒരുമിച്ച് നിരീക്ഷിക്കും: വോളിയം, ചാർട്ട് പാറ്റേൺ, മൊമെന്റം. വോളിയത്തിൽ പ്രൈസ് പുതിയ ഹൈസ് ഉണ്ടാക്കുമ്പോൾ കുറഞ്ഞ വോളിയവും വില താഴ്ന്ന ദിവസങ്ങളിലെ ഭീമമായിട്ടുള്ള വോളിയവും നമ്മൾ ഒബ്സർവ് ചെയ്യും. ചാർട്ട് പാറ്റേണുകളിൽ ഹെഡ് ആൻഡ് ഷോൾഡർ, ഡബിൾ ടോപ്പ് പോലെയുള്ള റിവേഴ്സൽ പാറ്റേണുകൾക്കായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും. അതുപോലെ തന്നെ മൊമെന്റത്തിൽ പ്രൈസ് പുതിയ ഉയരങ്ങൾ കീഴടക്കുമ്പോൾ RSI പോലെയുള്ള ഇൻഡിക്കേറ്ററുകളിൽ കാണുന്ന വീക്ക്നെസ് അഥവാ ഡൈവേർജൻസ്, ഇവയും നമ്മുടെ ഒബ്സർവേഷനിൽ കൊണ്ടുവരും. ഈ 3 സൂചനകൾ ഒരുമിച്ച് വരുമ്പോൾ അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആ ഒരു സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ആകുകയാണെന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനകളാണ്. ആ സമയത്ത് ആവേശത്തിൽ പുതിയതായിട്ട് വാങ്ങാതിരിക്കുകയും കയ്യിലുള്ള സ്റ്റോക്കുകളിൽ നിന്ന് സ്ട്രാറ്റജിക് ആയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്യുന്നത് നിങ്ങളെ രക്ഷിച്ചേക്കും. ഓർക്കുക, സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ ലാഭം ഉണ്ടാക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഉണ്ടാക്കിയ ലാഭം സംരക്ഷിക്കുന്നത്. ഈ ഒരു അറിവ് ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കാൻ നിങ്ങളെ സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. ഇതുപോലെയുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.
സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.